ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്ക്രീനിൽ കാണിച്ച 6 സെന്റൻസസും ഇൻകറക്റ്റ് ആണ്. നമുക്ക് ആ സെന്റൻസ് ഒന്ന് നോക്കാം. ഇതിൽ എന്താ മിസ്റ്റേക്ക് എന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ബോത്ത് ഇസ് ഫൈൻ. The police is investigating the new murder. The news has been published. Where is the scissors? When I last saw your glasses, that was on the table. The football team has a new coach. നമ്മളിപ്പോൾ ഈ സെന്റൻസ് കൂടെ പോയപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മിസ്റ്റേക്സ് കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റുന്നില്ല. സോ നമുക്ക് ഇതിന്റെ മിസ്റ്റേക്സ് എന്താണെന്ന് നോക്കി നോക്കാം. ബോത്ത് ഇസ് ഫൈൻഡ് വരുന്ന മിസ്റ്റേക്ക് അവിടെ ഇസ് വരുന്നതാണ്. സോ നമുക്ക് അവിടെ സബ്ജക്റ്റ് വേർബിന്റെയും അഗ്രിമെന്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് അതെന്താന്നുള്ള ആദ്യം ഒന്ന് നോക്കാം. സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ പ്ലൂറൽ വേർബിന്റെ കൂടെ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഐ ലൈക്ക് പാസ്ത, അത് അവിടെ നമുക്ക് ഐ ലൈക്സ് പാസ്ത എന്നൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല. അതേപോലെ കുറച്ച് എക്സാമ്പിൾസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി നമുക്ക് കുറച്ച് സബ്ജക്ട്സ് നോക്കി വെക്കാം. അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് പോലീസ് ആണ്. പോലീസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അതിന്റെ പ്ലൂറൽ ഫോം ആണ് എടുക്കേണ്ടത്. അതിപ്പോ the police are investigating the murder. Police have arrested 4 suspects. പക്ഷെ പ്ലൂറൽ ഫോം ഉപയോഗിക്കാത്ത കുറച്ച് കേസസ് ഉണ്ട്, നമുക്കതൊന്ന് നോക്കാം. To talk about an individual member of the police, we can say policeman, policewoman, police officer. അങ്ങനെയൊക്കെ വരുന്ന കേസസിൽ അതാണ് നമ്മൾ സബ്ജക്റ്റ് എങ്കിൽ അവിടെ നമ്മൾ സിംഗുലർ വേർബാണ് യൂസ് ചെയ്യുക. അല്ലാത്ത കേസിൽ അത് നമ്മൾ പ്ലൂറൽ വേർബാണ് യൂസ് ചെയ്യുക. നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. The policewoman is looking for evidence. A police officer has arrived at the scene of the accident. അടുത്ത വരുന്ന സബ്ജക്ട്സ് ആണ് ടീം or club or family or army or committee. These words talk about group of people but they take the singular form of the verb. ടീം എന്നൊക്കെ പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ പറയുന്നത്, പക്ഷെ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് എന്താണ്? സിംഗുലർ ആണ്. ടീം, ക്ലബ് പോലത്തെ കുറച്ച് വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഇവിടെയൊക്കെ നമ്മൾ എന്താണ് സിംഗുലർ വേർബ്സ് ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വേർഡ് scissors, tweezers or pans or glasses. These words each refer to a singular object but they are grammatically plural, so they have a plural verb. ഇത് ഒക്കെ നമുക്കൊരു സിംഗുലർ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്, പക്ഷെ നമ്മളവിടെ യൂസ് ചെയ്യുന്ന വേർബ് എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. എക്സാമ്പിൾ, വേർ ആർ മൈ സിസേഴ്സ് ആണ് ചോദിക്കുക. ഓക്കെ, ആ എക്സാമ്പിൾ കൂടെ ഒന്ന് പോവാം. Next word, there is or there are. Whether we use a singular verb or plural verb depends on what comes immediately after it. There is or there are നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ട് ബാക്കിൽ എന്താണോ വരുന്നത് ആ വേർബിന് അനുസരിച്ചിരിക്കും നമ്മൾ അവിടെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എടുക്കേണ്ടതെന്നുള്ളത്. എക്സാമ്പിൾ നോക്കാം. There is a table and 4 chairs in the room. അവിടെ എന്താ 4 chairs എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്, പക്ഷെ a table എന്ന് കൊടുത്തിരിക്കുന്നത് അത് സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കേണ്ട വേർബ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ വേർബ് ആണ് കൊടുക്കേണ്ടത്. അതേപോലെ there are 4 chairs. അപ്പൊ ഇവിടെ ഫസ്റ്റിൽ ഇതെന്താണ്? there are കഴിഞ്ഞിട്ട് ഫസ്റ്റിന് വരുന്നത് 4 chairs. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് എന്താണ്? ആറാണ്. അവിടെ പ്ലൂറൽ വേർബ് ആണ് വരിക. There was an apple, a banana and a pear in the bowl. Next words, news or economics or gymnastics or politics. These words
ends in s, but they are grammatically singular. ഈ വേർഡ്സ് ഒക്കെ എസ് വെച്ചിട്ട് എൻഡ് ചെയ്യുന്നെങ്കിലും ഇതൊക്കെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് എടുക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. The news have been published. Economics was my best subject in school. അടുത്ത വേർഡ്സ് ആണ് children, people or men or woman, mice or feet. These words are irregular plural nouns. Nouns that are not formed by adding s and they take the plural form of the verb. ഈ വേർഡ്സ് ഒക്കെ നമ്മൾ ഇറഗുലർ പ്ലൂറൽ നൗൺസ് ആയിട്ടാണ് എടുക്കുന്നത്. അവർ ചൂസ് ചെയ്യുന്ന വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ഫോം ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. Our children are excited about the upcoming field trip. People enjoy attending music concerts. Men participate in the annual marathon. Everyone or everybody. Even though the words everyone and everybody refer to multiple people in English grammar, they take the singular verb form as he, she or it. Everyone, everybody എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന വേർബ് എന്താണ്? സിംഗുലർ വേർബാണ്. അതേപോലെ തന്നെയാണ് എനിബഡി ഓർ എനിവൺ, സംബഡി ഓർ സംവൺ ആൻഡ് നോബഡി ഓർ നോ വൺ. ഇതൊക്കെ ഈ എവരിബഡി, എവരിവൺ പോലെ തന്നെ സിംഗുലർ വേർബാണ് ഇതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. Everyone has problems. Everybody is happy. Does anybody wants coffee?